അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ തന്നെയാണ് ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. 49 to 58 വരെയാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം. അൽ-ഇമാറത്തു ഫി ദൗലത്തിൽ അബ്ബാസിയ, അബ്ബാസി കാലത്തുള്ളതായ നിർമ്മാണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അൻവാഉൽ അമാർ ഇസ്ലാമിയ, ഇസ്ലാമിയായ നിർമ്മാണങ്ങളുടെ ഉദാഹരണങ്ങൾ. തിറാസുൽ അബ്ബാസി, അബ്ബാസി എൻ്റെ രീതികൾ എങ്ങനെയായിരുന്നു, അബ്ബാസിയുടെ നിർമ്മാണ ശൈലിയിലെ രീതികൾ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളിൽ നിന്നും അബ്ബാസി നിർമ്മാണത്തിൻ്റെ ഒരു രീതി വ്യത്യസ്തമാണ്. കാരണം ഇപ്പോൾ ഈ ഷാമിൽ നിന്ന് ഇറാഖിലേക്ക് അബ്ബാസിയുടെ ഖിലാഫത്ത് മാറിയ മുതൽ വ്യത്യസ്തമായ കലകൾ കൊണ്ടും ഒക്കെ അവരുടെ നിർമ്മാണ രീതികൾ വ്യത്യസ്തമായിരുന്നു. മാത്രമല്ല, ഖിലാഫത്ത് നീങ്ങിയതോടുകൂടി തന്നെ ഒരുപാട് സ്വാധീനങ്ങളും അവർ ചെലുത്തിയിരുന്നു. പിന്നെ അവരുടെ പ്രധാന നിർമ്മാണങ്ങളൊക്കെ എന്തായിരുന്നു? ഈ കല്ല്, പിന്നെ ഇഷ്ടിക, അതുകൊണ്ടൊക്കെ ആയിരുന്നു അവർ പ്രധാനമായും നിർമ്മിച്ചിരുന്നത്. പിന്നെ മാത്രമല്ല, ഈ കെട്ടിടങ്ങളുടെ ചുമരുകളിലൊക്കെ അതായത് നമ്മളെ മുത്തിൻ്റെ കല്ല്, അപ്പോൾ അതൊക്കെ വെച്ച് എന്താക്കുമായിരുന്നു, അതൊക്കെ അവർ ഈ ബിൽഡിങ്ങുകളുടെ മേളിലേക്ക് വെക്കുമായിരുന്നു. പിന്നെ അവരുടെ കാലത്തുള്ളതായ പ്രധാന നിർമ്മാണ രീതികൾ എന്നുള്ളതൊക്കെ എന്തായിരുന്നു? നമ്മൾ ഈ കുബ്ബകൾ ഒരുപാട് നിർമ്മിക്കുക, മാത്രമല്ല ഒരുപാട് തട്ടുകൾ പിന്നെ നമുക്ക് ഈ നിരപ്പിലുള്ള സമമായ രീതിയിലുള്ള ഒരുപാട് തട്ടുകളൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഈ മാത്രമല്ല ഒരുപാട് പിന്നെ ഈ അബ്രാജ്, അതായത് നമ്മളെ ഈ മുത്തുകൾ കൊണ്ടൊക്കെ എന്താക്കുക, ഒരു വലിയ വലിയ ചുമരുകൾ, പിന്നെ ബാബിൾ, അതൊക്കെ ഉണ്ടാക്കലായിരുന്നു ഒരു പ്രധാനപ്പെട്ട നിർമ്മാണങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ അബ്ബാസി കാലത്ത് ഈ കുബ്ബകൾ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ അവർക്ക് ഈ കുബ്ബ ഉണ്ടാക്കുന്ന കലയിൽ അവർ വ്യത്യസ്തരായിരുന്നു. അത് വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു ഈ അബ്ബാസികൾ. അപ്പോൾ ഈ കുബ്ബകൾ ഉണ്ടാക്കുമ്പോൾ ഈ ഷിർക്കുള്ള ആൾക്കാർ അവരുടെ കുബ്ബകളെ വിശേഷിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇവരുടെ കുബ്ബകൾ എന്തായിരുന്നു? ഇറാഖിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഈ ആരാധനാലയങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഒക്കെ പണ്ടുണ്ടായിരുന്ന അതേ കുബ്ബ രീതിയിലായിരുന്നു അബ്ബാസികളും പിന്തുടർന്നത് എന്നതാണ് ഈ ഷിർക്കുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. പിന്നെ ഈ അബ്ബാസി കാലത്തുള്ള പള്ളികളിലെ കുബ്ബകളിൽ അറിയപ്പെട്ടവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഈ സാമ്രാജ് പള്ളിയിലെ കുബ്ബ, പിന്നെ ഇറാഖിലെ അബീദുൽഫ് പള്ളിയിലെ കുബ്ബ, പിന്നെ ജാമി അഹ്മദ് ബിൻ തൂലൂൻ, മിസ്രിലുള്ളതായ ഈ ജാമി അഹ്മദ് ബിൻ തൂലൂൻ എന്ന പള്ളിയിലെ കുബ്ബ, ഇതൊക്കെ അറിയപ്പെട്ടതാണ് അബ്ബാസി കാലത്തുള്ള പള്ളികളിൽ. ഇനി ഇത് പറഞ്ഞത് ഇനി മദനിയായ നിർമ്മാണങ്ങൾ, അബ്ബാസിയിൽ മദനിയായ നിർമ്മാണങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇറാഖിലുള്ളതായ ഈ അറബിയായി മദനികളിൽ നിന്ന് ഈ നമ്മൾ മണ്ണ് മാന്തിയൊക്കെ നമ്മൾ അന്വേഷിക്കൂലേ പണ്ടത്തെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഈ അബ്ബാസി കാലത്തുള്ളതായ ഒരുപാട് പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും എന്താക്കുന്നുണ്ട് കിട്ടിയത്. ഇവരെ ഈ ചരിത്രകാരന്മാരെ ഇങ്ങനത്തെ അബ്ബാസികളുടെ പിന്നെ മദനിയായ നിർമ്മാണങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ, അതായത് അബ്ബാസി കാലത്തുള്ളതായ മദനികളുടെ രൂപരേഖകൾ എങ്ങനെയാണെന്ന് കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. മദനിയായ നിർമ്മാണങ്ങൾ പ്രധാനപ്പെട്ടതാണ് ബാഗ്ദാദ് മദീന. അതിലാണ് ജഅഫർ മൻസൂർ 147 ഹിജറ 147 നിർമ്മിച്ചതാണ് ജഅഫർ മൻസൂർ. അതിൽ കല്ല്, പിന്നെ ഇഷ്ടികയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാഗ്ദാദ് മദീന എന്തായിരുന്നു? പിന്നെ ആ കാലത്തുള്ള വലിയൊരു പട്ടണം തന്നെയായിട്ട് അറിയപ്പെട്ടിരുന്ന ആ കാലത്ത്, അബ്ബാസി കാലത്ത്. പിന്നെ മറ്റൊരു അറിയപ്പെട്ട പട്ടണമാണ് മദീനത്തു സാമ്രാജ്. ആരാണ്? ഖലീഫ മുഅ്തസിം ഹിജറ 221 നിർമ്മിച്ചതാണ് മുഅ്തസിം. അപ്പോൾ ഈ ബാഗ്ദാദിൽ സൈന്യം കൊണ്ട് തിങ്ങിയപ്പോൾ മറ്റു മദീനമായ സാമ്രാജ് ഉണ്ടാക്കി. പിന്നെ സാമ്രാജ് കൊട്ടാരങ്ങൾ അറിയപ്പെട്ടെന്നാണ് ഖസ്റുൽ ജൗസഖുൽ ഖാഖാനി, ഖസ്റുൽ ആഷിഖ്, ഇതൊക്കെ അറിയപ്പെട്ട ചില കൊട്ടാരങ്ങളാണ്
സാമ്പ്ര പട്ടണത്തിൽ. പിന്നെ മാത്രമല്ല ഈ അബ്ബാസി നിർമ്മാണങ്ങൾ കൊട്ടാരങ്ങളിൽ ആ പട്ടണങ്ങളിൽ ആ മുദ്രകളിലുള്ളതായ കൊട്ടാരങ്ങളിൽ ഒരുപാട് വലിയ വലിയ കുബ്ബുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. വലിയ വലിയ വാതിലുകൾ, വലിയ വലിയ വിശാലമായ ചുമരുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അബ്ബാസികൾ നിർമ്മിച്ചിരുന്നു ഈ കൊട്ടാരങ്ങളിൽ പിന്നെ മദീനയിലുള്ളതായ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ അറിയപ്പെട്ട മറ്റു കൊട്ടാരങ്ങളിൽപ്പെട്ടതായിരുന്ന അൽ ഖൈലർ, അതായത് കർബല, മദീന കർബല അതിൻ്റെ അടുത്തുള്ളതായ ഇറാഖിലുള്ളതായ മറ്റൊരു കസ്റയാണ് അൽ ഖൈലർ എന്ന ഒരു പട്ടണം. പിന്നെ മാത്രമല്ല അബ്ബാസികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊന്നാണ് ഈ മക്ബറകൾ നിർമ്മിക്കുക, വരീഹ് നിർമ്മിക്കുക. അപ്പോൾ അത് എപ്പോഴാണ് പിന്നെ നമ്മളെ അബ്ബാസി കാലഘട്ടത്തിലൊക്കെ വളരെ അധികം ഉണ്ടായിരുന്നു ഈ വരീഹുകൾ നിർമ്മിക്കുക എന്നാൽ. അപ്പോൾ എന്താകും, അവർ വലിയ വലിയ ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായ രീതിയിലൂടെ വ്യത്യസ്തമായ രീതിയിൽ അവർ മക്ബറകൾ ഉണ്ടാക്കും. അങ്ങനത്തെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമായിരുന്നു അവർ മക്ബറകൾ നിർമ്മിക്കുക, വരീഹ എന്നുള്ളത്. ഇനി അടുത്തെന്ന് പറയാന്ന് വെച്ചാൽ അൽ ഖത്ത്, കാലിഗ്രഫിയെ കുറിച്ച് പറയാൻ പോകുന്നത്. ഖത്ത് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെയധികം പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളതാണ് 50 തരം കൂഫി ലിപികൾ, അതായത് കാലിഗ്രഫികൾ ഉണ്ടായിരുന്നു. പിന്നെ അവയിൽ ഏറ്റവും പ്രസിദ്ധമായ തന്നെ അൽ മുഹറർ, പിന്നെ വൃക്ഷരൂപത്തിലത്, ചതുര രൂപത്തിലത്, ദരിദ്രർ, പിന്നെ ചേർന്ന മുത്തദാഖിൽ, അങ്ങനത്തെ വ്യത്യസ്ത രീതിയിലുള്ളതായ കാലിഗ്രഫികളായിരുന്നു. പിന്നെ ഇത് കെട്ടിടങ്ങളിൽ, റെയിൽവേയിലൊക്കെ 1000 എന്ന പരിധി വെച്ചുണ്ടാക്കി ഇങ്ങനെ കാലിഗ്രഫികൾ ചെയ്തിരുന്നു. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ കാലിഗ്രഫി ഹിജാസി, കൂഫി കാലിഗ്രഫിയിൽ നിന്നും ഉൾത്തിരിഞ്ഞ് പിന്നെ അമവി കാലാവസാനമാണ് ഉണ്ടായത്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലിഗ്രഫി എന്തായിരുന്നു, പണ്ട് ഹിജാസി കൂഫികൾ ഉപയോഗിച്ചതായിരുന്നു. അതെന്താക്കി അതിൽ നിന്നൊക്കെ ഉൾത്തിരിഞ്ഞ് അമവി കാലത്തെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉണ്ടായി വന്നത്. പിന്നെ എന്താ കണ്ടുപിടിച്ചു, കലമുൽ ജലീൽ എന്താക്കി കണ്ടുപിടിച്ചു. നമ്മൾ കാലിഗ്രഫിയിലെ മറ്റൊരു രൂപമാണ് കലമുൽ ജലീൽ. ആ കലമ കൊണ്ട് അതുകൊണ്ട് കെട്ടിടങ്ങളിലും മേലൊക്കെ എഴുതിയിരുന്നു. അതുകൊണ്ട് കെട്ടിടങ്ങളുടെ മേലൊക്കെ എഴുതിയിരുന്നു. എന്നാൽ അൽ വറഖത്തുൽ കബീറാണ് ഈ കലമുൽ ജലീൽ തന്നെ ഏറ്റവും ചെറിയ ഇനം എന്നുള്ളത്. അങ്ങനെ എന്താക്കി, പിന്നീട് ഇബ്രാഹിം എന്നാൾ കലമുൽ ജലീലിൽ നിന്ന് കലമു സുലുസൈൻ കണ്ടെത്തി. പിന്നെ യൂസുഫ് എന്നാണ് കലമുൽ ജലീലിൽ നിന്ന് തന്നെ അൽ കലമു റിയാസി കണ്ടെത്തി. പിന്നെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ അൽ ഇബ്രാഹിം എന്നാളിൽ നിന്ന് മുഹററിനെ കുറിച്ച് എടുത്തിട്ട് ഇബ്രാഹിം എന്നാളിൽ നിന്ന് അതിൽ നിന്ന് മുഹററിനെ കാലിഗ്രഫിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാക്കി. അതിൽ നിന്ന് കലമുൻ നിസ്വ് എന്ന മറ്റു രീതിക്ക് കണ്ടെത്തി. ഈ കലമുൻ നിസ്സാണ് കാലിഗ്രഫിയിൽ ഏറ്റവും അറിയപ്പെട്ടത്. ഇതിൽ നിന്ന് 20ഓളം മറ്റിനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കലമുൻ നിസ്വിൽ നിന്ന്. പിന്നീട് അബു അലി ഇബ്നു മക്കില്ലയും അവരുടെ സഹോദരനായ അബു അബ്ദുല്ലാഹി ഹസനൊക്കെ ഈ കാലിഗ്രഫിയിൽ ജലീൽ അതിൻ്റെ ഇനങ്ങളെക്കുറിച്ച് കുറേ പഠിച്ച് അതിൽ വ്യത്യസ്തമായ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ വസീർ ഇബ്നു മക്കില്ലയും മക്കിലിനത്തോട് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് അസദുൽ ഖാരി എന്നാൽ ഈ കാലിഗ്രഫിയെ കുറിച്ച് ഒരുപാട് അറിവുകൾ കണ്ടെത്തി. പിന്നെ ഈ അബു അബ്ദുല്ല എന്നാളെ തൊട്ട് അബുൽ ഹസൻ ബിൻ അലി ബിൻ ഹിലാൽ ബാദാദി എന്നാൾ കാലിഗ്രഫിയെ കുറിച്ച് അറിവ് പഠിച്ചു, അതിനെക്കുറിച്ച് കുറേ പഠിച്ചു. പിന്നെ അതിൻ്റെ ശേഷം അവരെ തൊട്ട് ഇവരായിരുന്നു ഒരുപാട് ഈ അവസാനം കണ്ടെത്തിയത്. അതായത് ആര്, അബുൽ ഹസൻ അലി ബിൻ ഹിലാൽ ബാദാദി. ഇവരെന്താക്കി കാലിഗ്രഫി നിയമങ്ങളും ഒരുപാട് കലമും മറ്റുമൊക്കെ കണ്ടെത്തി. പിന്നെ
ഇവർക്ക് ശേഷമുള്ളവർ ഇവരുടെ വഴി തന്നെ പിന്തുടർന്നു, പുതിയൊന്നും കണ്ടെത്തിയിരുന്നില്ല. അപ്പോൾ ഇയാളായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് വെച്ചാൽ നാം ഇപ്പോൾ ഖലീൽ എന്ന ആൾ എന്താക്കി, നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന രൂപം കൊണ്ടുവന്നു. കാലിഗ്രഫിയിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ചില രൂപങ്ങളൊക്കെ ഖലീൽ എന്ന ആളാണ്, അധികവും രൂപങ്ങളും ഖലീൽ എന്ന ആളാണ് കൊണ്ടുവന്നത്. എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ വമ്മിനെ ചെറിയ വാവായിട്ടും ഫതഹിനെ അലിഫായിട്ടും കസറിനെ യാ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയല്ലേ, അത് ഖലീൽ എന്ന ആളാണ് കൊണ്ടുവന്നത്. ഇനി ഇബ്നു മഖില്ലനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇബ്നു മഖില്ല അയാളുടെ പേര് അൽ വസീർ അബു അലി മുഹമ്മദ് ബിൻ അലി ബിൻ ഹസൻ ബിൻ മഖില്ല ഇമാമുൽ ഖത്താത്തീൻ. ഈ കാലിഗ്രഫിയിലെ വലിയൊരു ആളാണ്, വലിയ എഴുത്തുകാരനൊക്കെയാണ് ഇയാൾ. അപ്പോൾ ഇവരെ തൊട്ട് എന്താക്കി, ഇവരുടെ സഹോദരനായ ഹസൻ എന്നാളുടെയും കൈമുഖേനയാണെന്ന് അവരുടെ സഹായത്തോടെയാണ് കൂഫയിൽ നിന്നും ഈ കൂഫി ശൈലിയിൽ നിന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ ശൈലിയിലേക്ക് മാറിയത്. ഈ ഇബ്നു മഖില്ല ആദ്യ കാലങ്ങളൊക്കെ ഫാരിസി ഒരു പിന്നെ രീതിയിലുള്ളതായ കാലിഗ്രഫിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവരെ ഇങ്ങനെ അറിയപ്പെടുകയും ചെയ്ത് അങ്ങനെ എന്താക്കി, ഇമാം മുഖ്തദിർ ബില്ല എന്നാൾ എന്താക്കി ഇയാളെ വസീറൊക്കെ ആക്കി. പിന്നെ ഇയാൾ കുറേ ശത്രുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താക്കി, ഇയാളെ അവിടുന്ന് ഒഴിവാക്കി. പിന്നെ അയാൾ എന്താക്കി, ഫാലിസിലേക്ക് പോയി. അങ്ങനെ റാദി എന്നാൽ എന്താക്കി, അയാളെ അവിടുന്ന് വസീറൊക്കെ ആക്കി. പിന്നെ അയാൾ എന്താക്കി, അവിടുന്ന് അയാളെ ഒഴിവാക്കി സ്ഥാനത്ത് നിന്ന്. ഇനി അടുത്തത് എന്താ വെച്ചാൽ ഫന്നു തസ്വീർ, അതായത് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പെയിൻറ്റിങ് ഈ പെയിൻറ്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഹയവാൻ്റെയും ഇൻസാൻ്റെയും പെയിൻറ്റിങ് ആണ്. ഹയവാൻ്റെയും ഇൻസാൻ്റെയും പെയിൻറ്റിങ് ആണ്. പണ്ട് ഖലീഫന്മാർ, അതായത് ബനി അബ്ബാസ്, ബനി ഉമയ്യ ഖലീഫന്മാരൊക്കെ കൊട്ടാരത്തിന് മേലെ മനുഷ്യരൂപം വരച്ച് വെച്ചിരുന്നു. മനുഷ്യരൂപങ്ങളൊക്കെ ഒരുപാട് വരച്ചിരുന്നു. അതിപ്പോൾ എന്താക്കി, സിറിയയിലെ ഷാം ഗ്രാമങ്ങളിലൊക്കെ എന്താണുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴൊക്കെ എന്താക്കാം, നമുക്ക് സിറിയയിലെ ഷാം ഗ്രാമങ്ങളിലൊക്കെ ഇതിനെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഖസുറുൽ ഹെയറുൽ അറബി, ഖസുറുൽ ഹെയറുൽ ഷർഖി, ഖസുർ ബിനുൽ വർദാൻ, അങ്ങനെ ഇതുപോലത്തെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നല്ല രൂപങ്ങളൊക്കെ വിശദീകരിക്കുന്ന കിതാബുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ മുസ്ലിം വരക്കാരായിരുന്നു വരച്ചിരുന്നു. ഉദാഹരണം വാസിദ്യെ പോലെ. അപ്പോൾ ആ വാസിദ്യെ പോലെ വരൊക്കെ അങ്ങനെ കിതാബുകളിലൊക്കെ വരച്ചിരുന്നു. ഉദാഹരണത്തിൽ ഈ ഹരീരി, പിന്നെന്ത് ഖലീല ദിംന കിതാബ്, ഈ കിതാബുകളുടെയൊക്കെ മക്കാമാത്തുകളിലൊക്കെ വരച്ചിരുന്നു എഴുത്തുകാർ, അവരുടെ ആ കിതാബിൻ്റെ നിർമ്മാതാക്കളൊക്കെ. ഇപ്പോൾ ഫന്നു തസ്വീർ പിന്നെന്താക്കി, ഇപ്പോൾ ഈ അവസ്ഥയിൽ എന്താക്കി, ഫുൾ ഈ സഹറഫി ആഡംബരപരമായിട്ടും പിന്നെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കാനും ഒക്കെ വേണ്ടി വ്യത്യസ്ത കളറുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ എന്താക്കി, അത് ഖലീഫന്മാരുടെ കസറുകളുടെ മേലും പിന്നെ ഉമറാക്കളുടെ കസറുകളുടെ മേലൊക്കെ എന്താക്കി, അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് ഇനി പറയാൻ വന്ന് അൽ-നിമത്തുൽ ഖിലാഫ്, ഖിലാഫിക് സിസ്റ്റങ്ങളെക്കുറിച്ച്, ഖിലാഫത്തിലുള്ള സിസ്റ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത് ഖിലാഫത്ത്. അപ്പോൾ അബു ജാഫർ മൻസൂർ എന്താക്കി, രാഷ്ട്രീയ ഘടനയ്ക്ക് ഒരു സിസ്റ്റം കൊണ്ടുവന്നു, ഒരു നിലാം സിയാസി രാഷ്ട്രീയ സിസ്റ്റം കൊണ്ടുവന്നു ദൗലത്തിന് വേണ്ടിയിട്ട്. എന്തായിരുന്നു, ഷർക്കിലൊക്കെ അത് വ്യാപിച്ചിരുന്നു. മാത്രമല്ല ഫാരിസികൾക്കും അത് യോജിച്ചു വന്നു, അവർ അത് ഏറ്റെടുത്തു. പിന്നെ അബ്ബാസികൾക്ക് എന്തായിരുന്നു അവരുടെ സമൂഹത്തിൽ സ്ഥാനമുണ്ട്. കാരണം എന്താ, ബൈത്ത് റസൂലിൻ്റെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് തന്നെ പിന്നെന്താക്കി, റഷീദിൻ്റെ കാലം വരെ അബ്ബാസികളുടെ ദൗലത്ത് എങ്ങനെയായിരുന്നു, സ്വേച്ഛാധിപതികളായിരുന്നു റഷീദിൻ്റെ കാലം വരെ. പിന്നെന്താക്കി, ഈ അബ്ബാസി ഖുലഫാക്കൾ ജനങ്ങളെ നിസ്കരിക്കാൻ വേണ്ടി കളിപ്പിക്കുകയില്ല, ജുമ്മക്ക് ഖുത്ബയും ചൊല്ലുക, അങ്ങനെ ഒരുപാട് മോശമായ ചെയ്തിരുന്നു പണ്ടൊക്കെ. പിന്നെ ഖുലഫാക്കൾ എന്താക്കി, അങ്ങനെ ഈ സഫാഹിൻ്റെ കാലത്ത് എന്താക്കി, സഫാഹി തൻ്റെ ശേഷം സഹോദരനായ അബൂ ജഫർ മൻസൂറിനെയും സഹോദരൻ്റെ മോനായ ഈസൻ മൂസയെയും പറഞ്ഞാണ് വഫാത്തായത്. അല്ല, അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് വാഗ്ദാനം ചെയ്തിട്ട് വഫാത്തായത്. എന്നാൽ എന്താക്കി, മൻസൂർ എന്താക്കി, അയാൾക്ക് ശേഷം എന്താക്കി, തൻ്റെ മോനായ മഹദി എന്താക്കി, അയാൾക്ക് ശേഷം 2 മക്കളായ ഹാദിനെയും റഷീദിനെയും ആക്കി.
റഷീദ് എന്താക്കി അതിൻ്റെ ശേഷം തൻ്റെ 3 മക്കളെ ആക്കി. അടുത്തതിൽ വസാറത്ത്. വസാറത്ത് എന്താണ് വസാറത്ത്? അപ്പോൾ ഈ ഫാരിസി സിസ്റ്റത്തിൽപ്പെട്ടതായിരുന്നു വസാറത്ത് എന്നുള്ളത്. പിന്നെ എന്താക്കി അബ്ബാസികളും ആ വസാറത്തിനെ കൊണ്ടുവന്നു. ഈ അബി സലമത്ത് ഖിലാൽ, അതായത് അബ്ബാസി അല്ല അബു സലാഹ് ആദ്യത്തെ ആളായ അബു സലമത്ത് ഖിലാസിൻ്റെ കാലത്ത് ഈ വസാറത്ത് അത്ര ഉഷാറൊന്നായിരുന്നില്ല. പിന്നെ എന്തായി വളർന്ന് ഈ അബ്ബാസിൻ്റെ അവസാന കാലങ്ങളിലൊക്കെ എന്താക്കി വളരെ ഉഷാറായി, വലിയ സ്ഥാനമൊക്കെ ലഭിച്ചു. അങ്ങനെ എന്താക്കി ഈ ബിലാദിൻ്റെ ഹുക്കുമകളിലും പിന്നെ മാലിൻ്റെ ഈ പിന്നെ ടാക്സിൻ്റെ ഒക്കെ വിഷയത്തിൽ എന്താക്കി വസാറത്ത് വന്നു അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഈ ആദ്യ കാലങ്ങളിലൊക്കെ വസാറത്തുകൾ ഓലെ ഖലീഫ പിടിക്കുമോ എന്ന് ഭയക്കുമായിരുന്നു, അത്രയും പേടിയായിരുന്നു. കാരണം എന്താണ്, ഈ അബുൽ ജഹം എന്ന ആൾ നമ്മളെ അബു ജഹം എന്ന മന്ത്രിയെ മൻസൂർ കൊന്ന മുതൽ വസീർ എന്ന് പേര് വിളിക്കാൻ പോലും മറ്റുള്ള വസറാക്കൾ പേടിച്ചിരുന്നു, അത്രയായിരുന്നു. അങ്ങനെ മൻസൂർ എന്താക്കി ഖാലിദിന് ശേഷം അൽ മുരിയാനിയെ എന്താക്കി വസീറാക്കി. അങ്ങനെ അയാളെ കൊന്ന ശേഷം എന്താക്കി റബീബിന് യൂനുസ് വസാറത്തെ ഏറ്റെടുത്ത്. പിന്നെ അയാൾ ഈ റബീബ് യൂനുസാക്കി ഹാദിയെ കൊന്നു. അപ്പോൾ ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് വസാറത്തിൽ. പിന്നെ ഈ വുസറാക്കളുടെ ആദ്യത്തെ ആളായിരുന്നു അബു അബ്ദുല്ലാഹിബ്നു മുഅബ്ബദ് ബിൻ യസാർ. പിന്നെ അയാൾ എന്താക്കി വസാറത്ത് ഒഴിഞ്ഞിട്ട് ആർക്ക് കൊടുത്ത്? അബു അബ്ദുല്ലാഹിബ്നു യക്കൂബിന് ദാവൂദിന് കൊടുത്ത്. പക്ഷേ ഇയാൾ എന്താക്കി ഹാദിൻ്റെയും മഹദിൻ്റെയും കാലത്ത് കുറേ എന്തായിരുന്നു ജയിലിലായിരുന്നു. പിന്നെ അയാൾക്ക് ശേഷം മഹദി അൽ ഫൈദ് ബിൻ സ്വാലിഹ് എന്ന എന്താക്കി വസാറത്ത് ഏറ്റെടുത്ത്. അയാൾ നസ്രാനിയായിരുന്നു, പിന്നെ എന്താക്കി മുസ്ലിമായി. ഹാദിൻ്റെ മുസ്ലിമായി. അങ്ങനെ ഈ വസാറത്ത് 2 ഇതാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ തൗഫീദും പിന്നെന്ത് തഫ്വീദും. ഇനി ഈ രണ്ടിനും ഇടയിലുള്ളതായ വ്യത്യാസങ്ങൾ 4 വിധത്തിലാണ് മാവർത്തിമാൻ പറയുന്നുണ്ട്. ഒന്ന് എന്താ പറഞ്ഞാൽ ഈ വസീർ തഫ്വീദ് എന്ത് കാര്യങ്ങളിലൊക്കെ പിന്നെ നേരിട്ട് സംസാരിക്കാം, നേരിട്ട് ഹുക്കുമുകൾ വരുത്താം. പിന്നെ എന്താക്കും, ഈ അക്രമ കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി നോക്കാം, അന്വേഷിക്കാം. പക്ഷേ ഇത് വസീർ തഫ്വീദിനില്ല. രണ്ടാമത്തെ പറഞ്ഞാൽ വസീർ തഫ്വീദ് എന്താകാൻ പറ്റും, ഈ വുലാത്തുകളൊക്കെ പിന്തുടർന്നുകൊണ്ട് ഇതാക്കാം, സ്വച്ഛാധിപത്യം കാണിക്കാം. പക്ഷേ ഇത് വസീർ തഫ്വീദിനില്ല. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ വസീർ തഫ്വീദ് എന്താ പറ്റും, ഈ ജയ്ഷിനെയൊക്കെ നേരാക്കുക, പിന്നെ ഹർബൊക്കെ കൺട്രോൾ ചെയ്യുക, അതൊക്കെ പറ്റും. പക്ഷേ ഇത് വസീർ തഫ്വീദിനില്ല. പിന്നെ എന്ന് വെച്ചാൽ നാലാമത്തെ എന്താ വെച്ചാൽ വസീർ തഫ്വീദിന് എന്ത് പറ്റും, ബൈത്തുൽ മാലിലെ മാലുകളൊക്കെ എന്താക്കാം, ക്രയവിക്രയം നടത്താം, വേണ്ടവർക്ക് കൊടുക്കാം, വേണ്ടാത്ത പിന്നെന്ത് കൊടുക്കുന്ന നിർബന്ധ കാര്യങ്ങളാണ് ഇതാക്കാൻ തടഞ്ഞു വെക്കാം. പക്ഷേ ഇത് വസീർ തഫ്വീദിനില്ല. അപ്പോൾ ഈ രണ്ട് വസാറത്തിൻ്റെയും ഇടയിലുള്ളതായ 4 ഫർക്കുകൾക്കും എന്തുണ്ട്, ഫർക്കുകളിലും ഇതിൻ്റെ ഈ രണ്ട് വസാറത്തിൻ്റെ ഷർത്തുകളിൽ എന്നുള്ളതായ 4 ഫർക്കുകളുണ്ട്. ഈ 2 വസാറത്തിൻ്റെയും ഷർത്തുകളിൽ നിന്ന് 4 എണ്ണത്തിൽ ചില ഫർക്കുകൾ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഹുരിയത്ത് വസാർ തഫ്വീദിനേ ഉള്ളൂ. വസാർ തഫ്വീദിന് നല്ല ഫുൾ സ്വാതന്ത്ര്യം, പക്ഷെ എന്തല്ല വസാർ തംഫീദിനില്ല. രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ ഷറായി ആയ ഹുക്കുമുകളൊക്കെ ആർക്കാണ്, വസാറത്ത് തംഫീദ് അനയിക്കും, പക്ഷേ വസാറത്ത് തംഫീദ് ഉണ്ടാവില്ല. നാലാമത്തെന്ന് വെച്ചാൽ ഈ ഹർബ് ഹറാജ് ടാക്സ് അതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയൽ ആർക്ക്, വസാറത്ത് തഫ്വീദിനാണ്, പക്ഷേ വസാറത്ത് തംഫീദ് ഉണ്ടാവുകയില്ല. ഇതാണ് ഈ വസാറത്ത് തഫ്വീദിൽ അറിയപ്പെട്ട ആളാണ് അൽ ബർമക്ക്. അപ്പോൾ വളരെയധികം സ്ഥാനത്തുള്ള ഇതാണ് വസാറത്ത് എന്നത്. അടുത്ത കിതാബത്ത്. ഈ അബ്ബാസി കാലത്ത് ഒരുപാട് അമലുകളൊക്കെ അധികരിച്ച് അത്യാവശ്യമായ ചില ജോലികളൊക്കെ വന്നപ്പോൾ എന്താക്കി, ഈ ദവാവീന് അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഖുലഫാക്കളെ ഇതാക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് കുത്താബുകളെ ഇതാക്കി നിയമിച്ചു. ആ കിതാബുകൾ അറിയപ്പെടാനാണ് കിതാബ് റസായിലി, കിതാബുൽ ഖറാജ്, കിതാബുൽ ജുന്ദ്, കിതാബുൽ ഷുസത്ത്, കിതാബുൽ ഖാദി. ഇതൊക്കെ അതിൽ അറിയപ്പെട്ട കിതാബുകളാണ്. പിന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ കിതാബിൻ്റെ ആൾക്കാർ കിതാബ് റസായിലൊക്കെ എന്തായിരുന്നു, പിന്നെ ഖലീഫൻ്റെ കൂടെയൊക്കെ മജ്ലിസിലൊക്കെ ഖാദിലിരിക്കും, അത്ര ഒരു സ്ഥാനമുള്ളതാണ്. അല്ല ഹിജാബത്ത് എന്നാൽ അടുത്തുനിന്ന് ഹിജാബത്ത് എന്നാൽ ഖുലഫാ റാഷിദീൻ കാലത്തുണ്ടായിരുന്നല്ല, അവരുടെ മേൽ ഒരാളെയും വരുന്ന തടയുമായിരുന്നില്ല, ഫുൾ സ്വാതന്ത്ര്യം ആർക്കും വരാമായിരുന്നു, അത്രയും വളരെ ഇതായിരുന്നു. പക്ഷേ അമവിക വന്നപ്പോൾ എന്താക്കി, ഹിജാബ് വെച്ചു.
ജനങ്ങൾ തൊട്ട് ഹിജാബ് വെച്ചു. അബ്ബാസികൾ എന്താക്കി അബ്ബാസികളും ഈ ഒരു ഹിജാബ് പിന്തുടർന്നു. ഒരു 2 ദാറാക്കി, ഒന്ന് ദാറുൽ ഹാസും ദാറുൽ ആമും, അങ്ങനെ 2 ഇതിലേക്കാക്കി. പക്ഷേ ഈ ഹിജാബിനെ പിന്നെ ഒഴിവാക്കിയ ആളാരാണ്? ഫദ്ലുർ റബി എന്ന ആളാണ് ഇതിനെ പിന്നെ ഒഴിവാക്കിയത്. നിസാമുൽ ഇദാരി, നിസാമുൽ ഇദാരിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നിസാമുൽ ഇദാരി അബ്ബാസികാലത്ത് എന്തായിരുന്നു? മർക്കസിയായ നിസാമായിട്ടായിരുന്നു നടന്നു കൊണ്ടുവരുന്നത്. ഈ ഓരോ സ്ഥലങ്ങളിലുള്ളതായ ഉമ്മാലുകൾ ഉണ്ടാവില്ലേ, ഓർക്ക് ഉമ്മാലുകളുടെ പണി തന്നെ, ഉലാത്തിൻ്റെ ഒരു പണി ഉണ്ടാവില്ല. ഓർക്ക് കറക്റ്റ് എന്താണ് പണി, അതേ പണി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം സാഹിബ് ബാത്തുൽ അപ്പോൾ ബൈത്തുൽ പണി ഉണ്ടാവും, വേറെ ഉണ്ടാവില്ല. സാഹിബുൽ ബരീത്ത്, അപ്പോൾ ഓർക്ക് ഓല പണി ഉണ്ടാവും. എന്നാൽ ഈ വാലികളുടെ അമൽ എന്തായിരുന്നു? നിസ്കാരം നോക്കുക, പിന്നെന്ത് ജുന്ത് സൈന്യത്തെ നേപ്പിലാക്കുക, അതൊക്കെയായിരുന്നു അവരുടെ പണി. ഇനി ഖലീഫ് എന്താക്കുമായിരുന്നു? സ്വന്തക്ക് തന്നെ കാലിമയുടെ പണിയൊക്കെ എന്തായിരുന്നു? ഏൽക്കുമായിരുന്നു. ഇനി ഈ കാലിമ ഓരോ കാലിമകളും നേതൃത്വം കൊടുക്കൂലേ, അപ്പോൾ അത് 3 രൂപത്തിലായിരുന്നു. അതായത് ഇപ്പോൾ ഖലീഫ് എന്താക്കി? ഒരു അമീറിനെ ഏൽപ്പിച്ചാൽ, കിലിമിലോ ബലദിലോ ഏൽപ്പിച്ചാൽ അത് 2 രീതിയിലുള്ള ഇമാറത്താകുമായിരുന്നു. ഒന്ന് ആമും ഒന്ന് ഹാസും. ആമ പറഞ്ഞാൽ ആമനെ 2 വിധത്തിൽ, ഒന്ന് ഇമാറത്ത് ഇസ്തിഖ്വാബിയാക്കത്തിന് ഇഖ്തിയാരി തിരഞ്ഞെടുത്ത് എന്താക്കുക? ഏൽപ്പിക്കുക. രണ്ടാമത്തെ ഇമാറത്ത് ഇസ്തിലായി ബ്യാക്കത്തിന് ഇൽത്തിറാറ് നിർബന്ധിതമായിട്ട് എന്താക്കുക? ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി ഇമാറത്താൽ ഇനി എന്ത് ഈ ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഏൽപ്പിക്കുക, അത് അവരെന്തായിരുന്നു? ചില പരിധി വെക്കപ്പെട്ട അമലുകളുടെ മേലും ചില വാഗ്ദാനം ചെയ്യപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ മേലൊക്കെ അവരുടെ അമൽ ചുരുക്കമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർക്ക് അമലുണ്ടായിരുന്നു, ഇങ്ങനെ ഇമാർത്തി നൽകുന്ന ആൾക്കാർക്ക്. അപ്പോൾ അവരെന്താക്കും? ഖലീഫ ഈ ഒരു ബലദിൻ്റെ നേതൃത്വം തന്നെ അവർക്ക് കൊടുക്കും. ആ ബലദിൽ എല്ലാവരെയും ഏറ്റെടുക്കാനും പിന്നെ അവരുടെ കാര്യങ്ങളിലൊക്കെ നോക്കാനൊക്കെ ഏൽപ്പിക്കും. അപ്പോൾ ഈ അമലുകളിൽ നിന്ന് മഹ്ദൂദായ ആൾക്കാരുണ്ടാവില്ലേ, ചില പരിധി വെക്കപ്പെട്ട അമലുകൾ. അപ്പോൾ ഇവർക്ക് ഏത് കാര്യങ്ങളിലായിരുന്നു അമലുകൾ മഹ്ദൂദാക്കപ്പെട്ടത്? 7 കാര്യങ്ങളിലാണ് അവർക്ക് നൽകപ്പെട്ട പണി. ഈ 7 കാര്യങ്ങളിലാണ് ഇവർക്ക് അമൽ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ 7 കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, ഒന്ന് അതൊരു ഫിദത്ത് പേര് ജയൂഷി, ജയ്ഷുകളെ എന്താക്കുക? കൺട്രോൾ ചെയ്യുക, അവരെ എല്ലാ ഭാഗത്തും ഇതാക്കുക? കൺട്രോൾ ചെയ്യുക, അവർക്കുള്ളതായ റിസ്ക് നൽകുക, തക്തീർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പറഞ്ഞാൽ ഹുക്കുമുകളൊക്കെ എന്താക്കുക? നല്ലോണം ശ്രദ്ധിക്കുക, പിന്നെ കാദികളെയും ഹുക്കാമകളൊക്കെ പിന്തുടരുക. മൂന്നാമത്തെ പറഞ്ഞാൽ ഹറാജ്, അതായത് ടാക്സ് പിരിപ്പിക്കുക, സദഖ പിടിക്കുക, പിന്നെ ഉമ്മാലകളെ പിടിച്ചതിനൊക്കെ എന്താക്കുക? അവകാശപ്പെട്ടവർക്ക് വീതിച്ച് നൽകുക. നാലാമത്തെ വെച്ചാൽ ഓരോ ബലത്തിലുള്ള ആൾക്കാർക്കാണ് പറയുന്നതെന്ന് വെച്ചാൽ. നാലാമത്തെ വെച്ചാൽ ദീനിനെ സംരക്ഷിക്കുക, പിന്നെ ദീനിനെ തബ്ദീൽ നിന്ന് തകരുന്നതൊക്കെ സംരക്ഷിക്കുക. എന്നാൽ അഞ്ചാമത്തെ പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹക്കിൽ എന്താക്കുക? പരിധി നിശ്ചയിക്കുക, പിന്നെ മനുഷ്യന്മാരുടെ ഹക്കിലും. പിന്നെ ആറാമത്തെ പറഞ്ഞാൽ ജംഇലും ജമാഅത്തിലൊക്കെ എന്താക്കുക? ഇമാമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പകരമായി നിൽക്കുക. ഇനി ഏഴാമത്തെ പറഞ്ഞാൽ ഈ ഹജ്ജിമാരെന്താക്കുക? സഹായിക്കുക, ഓരോ കൂടെ എന്താക്കുക? സഹായിക്കുക. ഇപ്പോൾ ഓരോ കിലീമ സ്ഥലം എന്താണ്? അതുവുകളത്തോണ്ടൊക്കെ എന്താണ്? അതുവുകളാൽ നിറഞ്ഞതാണെങ്കിൽ. ഇനി എട്ടാമത്തെ പറഞ്ഞാൽ ശത്രുക്കളെ എന്താക്കുക? യുദ്ധം ചെയ്യത്തക്കരോട് എന്നിട്ട് നിയമത്തൊക്കെ വീതിച്ച് കൊടുക്കുക, ഒരു കണക്കുണ്ടല്ലോ ഹംസ്, അപ്പോൾ ഹംസിൻ്റെ ആൾക്കാർക്ക് എന്തൊക്കെ? വീതിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു അതാണ് 8ാമത്തെ പണി എന്ന് പറഞ്ഞു വെച്ചാൽ. ഇനി ഇമാറത്തുൽ ഖാസത്ത് പറഞ്ഞാൽ എന്താണ്? ഈ ഖലീഫ് എന്താക്കുക? വാലിയുടെ അമൽ ചുരുക്കുക, എന്തിൻ്റെ മേൽ? ഇപ്പോൾ തദ്ബീർ ജയ്ഷിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ എന്താക്കുക? സിയാസത്ത് റായിയ, ഓരോ കാര്യങ്ങളൊക്കെ എന്താക്കുക? പിന്നെ രാഷ്ട്രീയപരമായ നേതൃത്വങ്ങളൊക്കെ എന്താക്കുക? കൊടുക്കുക. അങ്ങനെ ആ അമലിൻ്റെ മേൽ മാത്രം ചുരുക്കലാണ് ഖാസത്ത് പറഞ്ഞാൽ. മറിച്ച് എന്താവില്ല, ഖലാ ഹക്കാം അതിൻ്റെ അമലൊന്നും കൊടുക്കാണ്ട് ഈ 2 അമലും മാത്രം കൊടുക്കുന്നതാണ് ഇമാറത്തുൽ ഖാസത്ത്. ദവാബിൻ ദീവാൻ, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ ദീവാനുകളുണ്ട്. ദീവാനുൽ ഖറാജ് ഉണ്ട്, ദീവാനുൽ ദിയ ഉണ്ട്, ദീവാനുൽ സിമാം ഉണ്ട്, ദീവാനുൽ ജുന്ദ് ഉണ്ട്, ദീവാനുൽ മവാലി ഉണ്ട്,
ദീവാനുൽ ഇൽമാന്, ദീവാനുൽ ബരീദ്, ദീവാനു സിമാമുൻ നഫഹാദ് ചിലവഴിക്കേണ്ടേ. ഇനി ദീവാനുൽ റസായിൽ, ദീവാനുൽ ഹവായിജ്, ദീവാനുൽ അഖിറാത്തുൽ അഷ്റാഫി ഇവൽ, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ളതായ ദീവാനുകളുണ്ട്. പിന്നെ എന്താക്കി മറ്റൊരു ദീവാൻ ഉണ്ടാക്കി. ഇതാണ് ദീവാൻ നദർ, നോക്കി നടത്തേണ്ട ദീവാൻ ആൾക്കാർക്ക്. മക്കാത്ത് ദീവാൻ, മക്കാത്തിബാത്ത്, അൽ മുറാജിയാത്ത്, അങ്ങനെ. പിന്നെ എന്താക്കി 4 വിധത്തിലേക്ക് ദീവാൻ മറ്റു 4 വിധത്തിലേക്ക് കിസ്മാക്കപ്പെടുന്നുണ്ട്. ദീവാനുൽ ജയ്ഷ്, ദീവാനുൽ അഅ്മാൽ, ദീവാനുൽ ഉമ്മാൽ, ദീവാനുൽ ബൈത്തുൽ മാൽ. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത് ബരീദ്, പോസ്റ്റൽ. ഒരു ബരീദ് എന്താണ്, ബഗ്ദാദിൽ ബരീദുകൾക്ക് ഓരോ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നു. വഴി നീളം ഒരുപാട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ബഗ്ദാദിലൊക്കെ. ഷായുൽ ബരീദ് എന്താക്കും, ഓരോ ഉമ്മാലുകൾ നിരീക്ഷിക്കും. ഈ ചാരപ്പണി എടുക്കും. അതായത് ഖലീഫ തൻ്റെ ശത്രുക്കൾ തോയിട്ട് എന്താക്കും, ചാരപ്പണി എടുത്തിട്ട് ഖലീഫക്ക് പണി കൊടുക്കും. അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ബരീദിന്. മൻസൂർ പറയുന്നുണ്ട്, എന്നിലേക്ക് ഏറ്റവും ആവശ്യമായത് 4 ആൾക്കാരായിരുന്നു. ഒന്നാരാണ്, ഒന്ന് ഖാദി, രണ്ടാമത്തേത് ഷുർത്തത്ത്, മൂന്നാമത്തേത് സാഹിബ് ഹറാജ്, നാലാമത്തേത് ഇപ്പോൾ ബരീദ്. അപ്പോൾ അതിൽ ആ 4 തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ബരീദാണെന്ന് അയാൾ പറയുന്നുണ്ട്, മൻസൂർ. ഇപ്പോൾ ഈ ബരീദിൻ്റെ ആൾക്കാരെന്നായിരുന്നു ഖലീഫയുമായിട്ട് വളരെയധികം അതായത് ഖലീഫയെ ഒരു ദിവസം മഗ്‌രിബിന് ശേഷം സുബ്ഹിക്ക് ശേഷം കാണുമായിരുന്നു. അപ്പോൾ അത്രയും വളരെയധികം പ്രധാനമുള്ള സ്ഥാനമാണ്. പിന്നെ ഷുർത്തത്ത് എന്നാൽ എന്താണ്? ഷുർത്തത്ത് പറഞ്ഞാൽ എന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിപ്പെട്ടതാണ് ഷുർത്തത്ത് എന്നുള്ളത്. ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്, അബ്ബാസി ദൗലത്തിലെ ഏറ്റവും അസലായ വലുവ എന്നെന്താ വെച്ചാൽ അത് ഇതാണ്, ഈ ജറായിമുകളെ, ഈ കുറ്റകൃത്യങ്ങളെ കൊണ്ടൊക്കെ അതിനൊക്കെ ഹുക്കുമ് വിധിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരായിരുന്നു അന്ന് അടിത്തറ ദൗലത്തിൻ്റെ, അബ്ബാസി. അവരെന്തായിരുന്നില്ല, ഷറയിലൊക്കെ നോക്കാണ്ട് അതിൻ്റെ ഹുദൂദുകളൊക്കെ, അതിൻ്റെ തെളിവുകൾ, അടയാളങ്ങൾ നോക്കി നോക്കുമായിരുന്നു, വിധിക്കുന്ന ആൾക്കാരായിരുന്നു അന്നത്തെ എന്നുള്ളത്. പിന്നെന്ത്, ഈ ഇസ്തിബ്ദാദ്, സ്വച്ഛാധിപത്യം, പിന്നെന്ത്, ഈ വിഷയങ്ങളെ കൊണ്ടൊക്കെ നിൽക്കുക ആര്, ഖാദി ഇല്ലെങ്കിൽ അവിടെ എന്തായിരുന്നു, സാഹിബ് ഷുർത്തയായിരുന്നു ഇതൊക്കെ നോക്കാണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ഈ തംഫീദ്, പിന്നെ അഹമ്മദ് തംഫീദ്, പൊതുവായ രീതിയിൽ നിയമം നടപ്പിലാക്കുക. എങ്ങനെ, വ്യത്യസ്ത ജനങ്ങളിൽ നിന്ന് വ്യത്യസ്ത പിന്നെ കൂട്ടങ്ങളുണ്ടാവും, പണക്കാർ, പാവങ്ങൾ. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്ത കൂട്ടങ്ങളിൽ പൊതുവായിട്ട് അതെന്തായിരുന്നില്ല, ഹുക്കും വിധിച്ചിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഹുക്കുമായിരുന്നു. ഇപ്പോൾ ചില ഹുക്കുമൽ കൈമേലടിക്കുക, ആർക്ക്, നമ്മളെ ഈ തെമ്മാടികൾക്ക്, അങ്ങനത്തെ ആൾക്കാർക്കൊന്നും കൈമേലടിക്കുക, അങ്ങനെ വ്യത്യസ്ത രീതിയിലായിരുന്നു. പിന്നെ എന്താക്കി, അന്ദുലുസിൽ ബനി ഉമ്മയുടെ ദൗലത്ത് വന്നതോടെ ഷുർത്തത്ത് ഒന്നുകൂടി വികസിച്ച് ഷുർത്തത്ത് കുബറ, ഷുർത്തത്ത് സൂറ അങ്ങനായി മാറി. അങ്ങനെ കുബറയുടെ ഹുക്കുമ്, അതായത് ഹുക്കുമൽ കുബറ പറഞ്ഞാൽ ഹാസദിന് മേലായിരുന്നു. അതായത് വലിയ ആൾക്കാരുടെ മേൽ ഓല കൈമേലടിക്കുക, അക്രമം ചെയ്താൽ. പിന്നെ ഓല അടുത്ത ആൾക്കാരുടെ കൈമേലടിക്കുക. അങ്ങനെ സാഹിബ് സൂറ പറഞ്ഞാൽ മഖ്സൂസും ബിൽ അഹമ്മദ് കൊണ്ട് മാത്രം പ്രത്യേകമായിരുന്നു. അങ്ങനെ സ്വാഹിബുൽ കുബറക്ക് എന്തായിരുന്നു, ഒരു കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു സുൽത്താനിൽ. അപ്പോൾ വളരെയധികം ഒരു കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ ഹുക്കുമലൊക്കെ എന്താക്കും, അവർ ആക്കുമായിരുന്നു. പിന്നെ എന്താക്കി, ഈ ഷുർത്തത്തൊക്കെ എന്താക്കി, ഈ അസ്കറിൻ്റെ സൈന്യമൊക്കെ വികസിച്ചപ്പോൾ എന്താക്കി, ഷുർത്തത്ത് 2 വിധത്താക്കി, സുഫ്ലയും ഔലിയയും, അങ്ങനെ 2 വിധത്തിലാക്കിയിരുന്നു. ഇനി നിസാമുൽ ഹർബി എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റതാണ്. നിസാമുൽ ഹർബി പറഞ്ഞാൽ ഈ അബ്ബാസി കാലത്ത് എന്താക്കിയപ്പോൾ നമ്മളെ ഈ നമ്മളെ ജയ്ഷൊക്കെ വളരെയധികം അധികരിച്ച് 1,00,000 പേരൊക്കെ കുറേ ആയി. അപ്പോൾ എന്താക്കി, ഈ ദീന് ഓരോ സൈന്യത്തിൽ സിസ്റ്റം കൊണ്ടുവന്ന്. അപ്പോൾ ഈ ഹർബിയ ജയ്സിൽപ്പെടുത്ത് ഫുർസാനുകളുണ്ടായിരുന്നു, ഇത് കുതിരപ്പടയാളികളുണ്ടായിരുന്നു. അതിലധികവും അറബികളായിരുന്നു. പിന്നെ നടന്ന് യുദ്ധം ചെയ്യുന്ന നടക്കുന്നത് അതിലധികവും ഖൊറാസാനികളായിരുന്നു. പിന്നെ എന്താക്കി, പിന്നെ അറബികൾ. പിന്നെന്താക്കി, മുഅ്തസിം ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ
അയാളെന്താക്കി തുർക്കികൾ ഒരുപാട് തൻ്റെ സൈന്യത്തിൽ ഉൾപ്പെടിപ്പിച്ചു. കാരണം അവരുടെ ഉമ്മ തുർക്കിയിൽപ്പെട്ട ഒരാളായിരുന്നു. എന്താക്കി ഈ പിന്നെ ഫാരസികൾക്കും അറബികൾക്കും സ്ഥാനം വളരെ കുറച്ചു കൊടുത്തു. പിന്നെ മാത്രമല്ല അവരുടെ സ്ഥാനം വളരെ കുറച്ചു കൊടുക്കുകയും അവരുടെ പേരുകളിൽ നിന്ന് അവരുടെ പേരൊക്കെ ഈ ദീവാനുൽ അതായിൽ നിന്ന് മായ്ച്ച് കളയുകയും ചെയ്തു. അപ്പോൾ അത്രയും വളരെ പക്ഷപാതിത്വം കാണിച്ചു. അപ്പോൾ എന്താക്കി സൈന്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. വിഭാഗീയത കൊണ്ട് തന്നെ വിഭാഗീയത ഉണ്ടായി. തുർക്കികൾക്ക് മാത്രം സ്ഥാനം കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിൽ വിഭാഗീയത കണ്ടുവന്നു. അപ്പോൾ ഇത്ര വഴിയാണ് നമ്മൾ ക്ലാസ് എടുക്കാനുള്ളത്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം നേരിട്ട്.